കരിമീൻ പൊള്ളിച്ച് തയ്യാറാക്കിയാലോ? അപ്പം ഞാൻ 2 കരിമീൻ എടുത്തിട്ട് 2 കരിമീൻ കഴുകി വൃത്തിയാക്കി നല്ലോണം വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മസാല തയ്യാറാക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പും, ഒരു കഷ്ണം ഇഞ്ചിയും, ഒരു 6 വെളുത്തുള്ളിയും കൂടി ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ പകുതി പേസ്റ്റ് എടുത്തിട്ട് നമ്മുടെ ഫിഷ് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു മണിക്കൂറത്തേക്ക് വെക്കുക. ബാക്കി പേസ്റ്റ് നമുക്ക് ആ മിക്സിയിൽ ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ച് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക. ഫിഷ് 1 മണിക്കൂറത്തേക്ക് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ആ സമയത്ത് നമുക്ക് ഒരു 20ഓളം ചെറിയ ഉള്ളിയും 2 കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. എന്നിട്ട് നമ്മൾ 1 മണിക്കൂറത്തേക്ക് മാറ്റി വെച്ച ആ ഫിഷ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാനിൽ ഒരു ഹാഫ് കുക്ക് ആക്കി എടുക്കുക. ഹാഫ് കുക്ക് പരുവത്തിൽ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് അതേ സെയിം വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. നല്ലോണം വഴറ്റി വരുമ്പോൾ നമ്മൾ ബാക്കി മാറ്റി വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റും കൂടി ഇട്ട് ചേർത്ത് ഇളക്കി നല്ലോണം ആ മസാലയൊക്കെ നല്ലോണം ഇറങ്ങി വരണം. നല്ലോണം അതിൻ്റെ മസാലയൊക്കെ വറ്റി വരണം കേട്ടോ. വറ്റി വന്നു കഴിയുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം വഴറ്റി ആകുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുക. നല്ല കോക്കനട്ട് മിൽക്കും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആ തേങ്ങാപ്പാലിലെ വെളിച്ചെണ്ണയും മസാലയും കൊണ്ട് എല്ലാം കൂടെ പിന്നെ നല്ലോണം തിളച്ച് വരും. അതിൻ്റെ വെളിച്ചെണ്ണയും കൂടെ ഇറങ്ങി മസാലയും വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ഇറങ്ങി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് ആ പരുവത്തേക്ക് നമ്മുടെ ഫിഷ് എടുത്ത് വെച്ച് ആ ഫിഷ് അത് ചേർന്ന് അങ്ങനെ വറ്റി വരുമ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വാട്ടി വെച്ച വാഴയിലിൽ പൊതിഞ്ഞ് വെക്കണം കേട്ടോ. 2 മീനും പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് നമ്മൾ ചെറിയൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വാഴയിലെ പൊതിഞ്ഞ മീൻ നമ്മൾ നല്ലോണം ഒരു ചെറിയ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ 2 ഇവിടെ വാഴയിലയിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു വാഴയില ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു മണവും ആ വാഴയിലേൻ്റെ മണവും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഇതിൻ്റെ വാഴയിലേൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടി നമ്മുടെ കരിമീൻ നല്ല പൊള്ളിച്ച് നല്ല അടിപൊളി നല്ല ചൂട് കണ്ടോ. നമുക്ക് വീട്ടിൽ തന്നെ കാണുമ്പോൾ നല്ല മനസ്സ് നല്ല ആവി വറുക്കുന്നുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാനുണ്ട് ഏറ്റവും നല്ല ടേസ്റ്റ്. അടിപൊളി ആ മസാലയും ആ വാഴയിലെ ടേസ്റ്റും എല്ലാം കൊണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. താങ്ക്